നിർണായകമായ തെരച്ചിൽ തന്നെയാണ് നടക്കുന്നത്. ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തുന്ന തെരച്ചിലിൽ തന്നെയാണ് കുടുംബം പ്രതീക്ഷ പുലർത്തുന്നത്. ആ ഭാഗങ്ങളിൽ ലോറി ഉണ്ട്, അവിടെ തന്നെ തെരച്ചിൽ നടത്തണമെന്ന ആവശ്യം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. ഏതായാലും ലക്ഷ്മണന്റെ ചായക്കടയുടെ തൊട്ട് പിറകിലുള്ള സ്ഥലം, അവിടെയാണ് ഈ ലോറി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് മറ്റ് ലോറിക്കാരും കണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു സ്ഥലം കൃത്യമായി അവർ പറയുന്നതും. ആ പ്രദേശം കേന്ദ്രീകരിച്ച് ഇപ്പോൾ പല വസ്തുക്കൾ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അതിൽ അർജുന്റെ ലോറിയുടേതാണ്. ഇപ്പോൾ ഡ്രഡ്ജർ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ആ സ്ഥലത്ത് നിന്നും ലഭിക്കുന്ന വസ്തുക്കളെല്ലാം കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചത് അർജുന്റെ വാഹനത്തിന്റെ മാത്രമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സ്ഥലം, ഇത് കുറച്ചും കൂടി മുൻപോട്ടിന് വരാനുണ്ട് മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക്. അത് മണ്ണെടുത്ത് മുന്നോട്ട് വരുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും നാളെ വൈകുന്നേരം വരെയാണ് ഇപ്പോൾ ഇതിന്റെ കാലാവധി ഉള്ളത്. ഈ ഡ്രഡ്ജർ കമ്പനിയുടെ ഇതിന് നീട്ടുമോ 10 ദിവസത്തേക്ക് നീട്ടുമെന്നാണ് പറഞ്ഞത്. അതിന് തുക കൊടുത്തിട്ടുള്ളത് നാളെ വരെയാണ്. അതിനി നീട്ടി നൽകുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും ഒരു സ്ഫോടനം നടന്നതായി, ഇതിനകത്ത് ഒരു സ്ഫോടനം നടന്നതായുള്ള ഒരു സൂചന നമുക്ക് വരുന്നുണ്ട്. അത് ഔദ്യോഗികമായ സ്ഥിരീകരണം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റ് ഈ ടാങ്കറിൽ നിന്നുള്ള ആ ടാങ്കർ ലോറിയുടെ ഏതെങ്കിലും ഭാഗങ്ങൾ പൊട്ടിത്തെറിച്ച് അത്തരത്തിൽ ചിതറിപ്പോയതാകാം. അതുകൊണ്ടാണ് ടയർ ഉൾപ്പെടെ വേർപെട്ട് അതിന്റെ പല ഭാഗങ്ങളും സ്റ്റിയറിംഗിന്റെ ദൃശ്യം. ബൈജു ഒന്ന് തുടരുക. മേജർ ഇന്ദ്രബാലൻ നമുക്കൊപ്പം കൂടിയുണ്ട്. സർ, ഈ തിരച്ചിൽ തുടരുകയാണ്. ഏറ്റവും അനുകൂല സാഹചര്യമുണ്ട്. താങ്കൾ ആദ്യം ഈ ഗംഗാവലി പുഴയുടെ തീരത്തെത്തിയ പശ്ചാത്തലമല്ല ഇപ്പോൾ അവിടെ ജലനിരപ്പ് കുറഞ്ഞു, ഒഴുക്കിൻ്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട്, എല്ലാ അനുകൂല സാഹചര്യമുണ്ട്. വെള്ളം തെളിഞ്ഞു, മഴ മാറി നിൽക്കുന്നു. പക്ഷേ നമുക്ക് ആ വാഹനത്തിലേക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞില്ല എന്നൊരു പശ്ചാത്തലമുണ്ട്. താങ്കൾ അടങ്ങുന്ന സംഘം കൃത്യമായി ഈ വെള്ളത്തിനടിയിൽ അതുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങൾ മാർക്ക് ചെയ്തു കൊടുത്തു. അവിടെ കേന്ദ്രീകരിച്ചു തന്നെയാണ് പരിശോധന നടക്കുന്നത്. ഇതിനിടയിലാണ് ഒരു പക്ഷേ ഈ വാഹനം പല പീസുകളായി മാറിപ്പോയിട്ടുണ്ടോ? നേരത്തെ ഈ അർജുൻ അടക്കമുണ്ടായിരുന്ന വാഹനം ആ വാഹനമായി തന്നെ വെള്ളത്തിലേക്ക് പോയിരിക്കാം, അങ്ങനെ ഒരു സംശയമായിരുന്നല്ലോ നമുക്കുണ്ടായിരുന്നത്. പക്ഷേ അത് പല പീസുകളായി പോയിരിക്കാം, അങ്ങനെയെങ്കിൽ അവിടെ ഒരു സ്ഫോടനം നടന്നിരിക്കാം, ഇങ്ങനെ പല സംശയങ്ങളും ഉയരുന്നുണ്ട്. താങ്കൾ ആ ഒരു സംശയത്തിൻ്റെ സാധ്യതയെ താങ്കൾ എങ്ങനെ കാണുന്നു? എനിക്ക് ഫുള്ളായിട്ട് അവിടുത്തെ അറിവ് കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്നലെ ഞാൻ സതീഷ് MLA സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ അയച്ച വിഷ്വൽസ് എന്റെ കയ്യിലുണ്ട്. അപ്പൊ അതിൽ നോക്കുമ്പോ ഇത് ചിലപ്പോ ഈ ടാങ്കറിന്റെ വീൽസ് ആവാനാണ് കൂടുതൽ ചാൻസ്. കാരണം അതിന്റെ വീൽസിന്റെ സൈസ് ഒക്കെ നോക്കുമ്പോ അത് നമ്മുടെ ഇതിന്റെ ഭാരത് ബെൻസ് ലോറിയുടെ എല്ലാം തോന്നുന്നു. അതിന് പാർട്സ് ഒക്കെ സെയിം അതിനെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ പ്രകാരം ഇവിടെ 4 പോയിന്റ്സ് ഉണ്ടായിരുന്നു: CP1, CP2, CP3, CP4. CP4ലാണ് നമ്മൾ പ്രതീക്ഷിച്ചത് നമ്മുടെ ഭാരത് ബെൻസ് ട്രക്ക് ഉള്ളാൻ സാധ്യത. അപ്പൊ CP4 അവർ ഇതുവരെ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടെടുത്തിട്ട് അവര് ഇതിന്റെ റോഡിന്റെ തൊട്ടടുത്ത് CP1ലാണ് പോയി നോക്കിയത്. അവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ചിലപ്പോ ക്യാബിൻ ആവാൻ നല്ല ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് അവിടെ കിട്ടിയെടുക്കണം തോന്നുന്നത്. പക്ഷെ എനിക്ക് ക്ലിയർ ആയിട്ട് അവിടെ ബിഫോർ ഐ റീച്ച് സ്ഥലം നോക്കാതെ പറയാൻ പറ്റില്ല. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഡെവലപ്മെന്റ്. നമുക്ക് ആ പറഞ്ഞ സ്ഥലത്തിന്റെ അടുത്ത് തന്നെ എന്തെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ഐറ്റം കിട്ടിയിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നത് CP4ൽ ഇപ്പോ ദർ ഇസ് എ ഗുഡ് പോസിബിലിറ്റി ഭാരത് ബെൻസിന്റെ പാർട്സോ അല്ലെങ്കിൽ ഭാരത് ബെൻസിന്റെ ഫുഡ് ട്രക്കായിട്ട് അവിടെ ആവാൻ ചാൻസ് ഉണ്ട്. അതായത് താങ്കൾക്ക് കിട്ടിയ വിവരം അനുസരിച്ച് CP4 നമ്മൾ ഏറ്റവും അധികം പോസിബിലിറ്റി കാണുന്ന ആ പോയിന്റിലേക്ക് ഇതുവരെ നമ്മുടെ ഒരു എത്തിയിട്ടില്ല ദൗത്യം, അല്ലേ? കറക്റ്റ്. അവിടെ ഈ മണ്ണ് അടഞ്ഞു കിടക്കുന്നത് കാരണം ആ സമയത്ത് മാർക്ക് പോയപ്പോ അവിടെ താഴെ പോകാൻ പറ്റില്ല മണ്ണുള്ള കാരണം. ഇപ്പൊ ഈ ഡ്രഡ്ജർ എടുത്തിട്ട് ആ CP4ൽ പോയി നമ്മൾ തെരയുമ്പോ എക്സ്കവേഷൻ ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പോൾ അവിടെ നല്ല സാധ്യത കിട്ടാനായിട്ട് ദാറ്റ്സ് വാട്ട്. അപ്പോൾ അതിന് സതീഷ് MLA എന്നെ വിളിച്ചിരുന്നു. ഈസ് റിക്വസ്റ്റഡ് ടു കം ദേർ. അവർ ഒരുപാട് ഇതിൽ പ്രയത്നം ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു സീരിയസ്നെസ്സും അവരുടെ ഒരു കമ്മിറ്റ്മെന്റ് നോക്കിയിട്ട് ഞാനും പറഞ്ഞു സതീഷ് MLA വിളിച്ച കാരണം ആയിട്ട് ഞാൻ അവിടെ വരാം. അപ്പോൾ ഞാൻ അവിടെ നാളെ എത്താൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയിട്ട് എങ്ങനെയാണ് പറയാം. നാളത്തേക്ക് താങ്കൾ അവിടെ എത്തും, അല്ലേ? നാളത്തെ ഇന്ന് എനിക്ക് ഇവിടെ കുറച്ച് ബിസിയാണ്. അപ്പൊ നാളെയാണ് രാവിലെ അവിടെ നിന്ന് എത്താൻ നോക്കുന്നത്. അപ്പൊ നാളെ തന്നെ അവര് ഞാൻ എത്തിയ ശേഷം CP4 ലെവലിൽ കയറിയിട്ട് അതുവരെ. സാർ, ഒരു സംശയം കൂടിയുള്ളത്, സാർ നമ്മൾ തുടക്കത്തിലുണ്ടായിരുന്നതാണ് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സമയത്ത് അവിടെ ഒരു സ്ഫോടനം നടന്നിരിക്കാം, ഒരു എക്സ്പ്ലോഷൻ അങ്ങനെ സംഭവിക്കാനുള്ള ഒരു സാധ്യത. അതിനുശേഷം ഈ വാഹനം പല പീസുകളായി ഒരുപക്ഷെ പുഴയിലേക്ക് പോയിരിക്കാം. അത്തരമൊരു സാധ്യത താങ്കൾ അതിനെ കാണുന്നുണ്ടോ? അതിന് എത്രമാത്രം സാധ്യതയുണ്ട് അതിന്? എക്സ്പ്ലോഷൻ പറഞ്ഞാൽ അത് ചിലപ്പോ ഒരു എഞ്ചിന്റെ കുറച്ച് എക്സ്പ്ലോഷൻ പോലെ ആവാൻ പറ്റും, ഇമ്പാക്ട് എക്സ്പ്ലോഷൻ ആവാൻ പറ്റും.
പക്ഷെ ഭാരത് ബെൻസ് ട്രക്ക് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി സ്ട്രോങ് ട്രക്ക്. അതിന്റെ പീസായി മാറാനുള്ള ചാൻസ് എനിക്ക് അത്ര തോന്നുന്നില്ല. ഡെഫിനറ്റ്ലി മേ ബി വൺ ഓഡ് പീസ് ക്യാബിനും ഇതും സെപ്പറേറ്റ് ആവാൻ മാത്രമേ ചാൻസ് ഉള്ളൂ. ഒരു പൊട്ടിത്തെറിഞ്ഞ പോലെ ആവാൻ ചാൻസ് എനിക്ക് കിട്ടുന്നില്ല. എന്റെ അനുമാനത്തില് ഇറ്റ് വിൽ ബി അറ്റ് ബെസ്റ്റ് ഇൻ 2 pieces or in a single piece is what I expect. ഇപ്പോൾ നമുക്ക് ഇതുവരെയും ഇത്ര ഒരു വലിയ ലോറി എന്തുകൊണ്ട് കിട്ടുന്നില്ല, ഇതുവരെയും നമ്മുടെ സെർച്ചിൽ കിട്ടിയില്ല എന്ന ചോദ്യത്തിന് ഉത്തരം ഒരുപക്ഷെ അത് മണ്ണിലേക്ക് താഴ്ന്നു പോയിരിക്കാം. അതായത് ജലത്തിന്റെ അടിത്തട്ടിലുള്ള മണ്ണിലേക്ക് താഴ്ന്നു പോയിരിക്കാം, അതുകൊണ്ടാവാം കിട്ടാത്തത് അല്ലേ? അങ്ങനെയാണ് നമ്മുടെ ഒരു കാൽക്കുലേഷൻ അല്ലേ? യെസ്, നമ്മുടെ കാൽക്കുലേഷൻ തോന്നുന്നത് CP4 നമ്മൾ പറഞ്ഞത് അവിടെ ഭാരത് ബെൻസ് താഴെയുണ്ട്, അതിന്റെ മേലെ ഒരു 4-5 അടി മണ്ണ് കയറി കിടക്കുന്നുണ്ട്. അതും അത് നല്ലോണം സെറ്റിലായ കാരണം അതാണ് ഇപ്പോൾ ഇതുവരെ കിട്ടാത്തത്. അപ്പൊ ഡ്രഡ്ജർ മണ്ണ് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ്. ഇനി നമുക്ക് ഇത്ര നാളായിട്ട് അവിടെ എന്ത് ശരിക്കും നടന്നു അത് ഒന്ന് തെരഞ്ഞെടുത്താലേ പറ്റുള്ളൂ. അപ്പൊ നമുക്കൊരു റീസണബിൾ കോൺഫിഡൻസ് ഉണ്ട് അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതൊരു മിസ്റ്റിംഗ് പോണ്ടി വരും. ഓക്കെ, വളരെ നന്ദി സാർ പ്രതികരിച്ചതിന്. എന്തായാലും താങ്കൾ നാളെ അവിടെ എത്തുമല്ലോ. താങ്കൾ എത്തുമ്പോൾ നമുക്ക് കൂടുതൽ പ്രതീക്ഷയുണ്ട്. ഞങ്ങളും കാത്തിരിക്കുകയാണ് ഈ കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാകും. താങ്ക് യു സർ. എന്തായാലും നാളത്തെ ദിവസം വളരെ നിർണായകമാണ്. കാരണം ഇന്ന് തന്നെ ഈ തെരച്ചിൽ ഇനിയൊരു ഡ്രഡ്ജിങ് ആവശ്യമാണ്. അതായത് CP4 എന്ന 4ാം പോയിന്റിലേക്ക് ഇതുവരെയും വ്യക്തമായി നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു പശ്ചാത്തലം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ മടങ്ങി വരാം. ഒരു